ഒളിവിൽ നിന്ന് പാലക്കാട് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ രാഹുലിന്റെ വാഹനത്തിന് മുമ്പിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണുള്ളത്. രാഹുലിന്റെ വാഹനത്തിന് മുമ്പിൽ കോഴിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. അതായത് നേരത്തെ തന്നെ അറിയിച്ചതുപോലെ പ്രതിഷേധ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. ആ പ്രതിഷേധ സാഹചര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധ സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. രാഹുലിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രാഹുൽ എത്തിയിരിക്കുന്നു. പോലീസിന്റെ കനത്ത സുരക്ഷയായിരുന്നു പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. അതിന് പിന്നാലെയും ഇപ്പോൾ രാഹുലിന്റെ വാഹനം MLA വാഹനം കടന്നു പോകുന്ന പശ്ചാത്തലമാണ്. അവിടെ പ്രവർത്തകരുൾപ്പെടെ പ്രതിഷേധിക്കുന്നതാണ് പുറകെ ഓടുന്ന സാഹചര്യമാണുള്ളത്. ഏതാണെങ്കിലും ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. MLAയുടെ വാഹനത്തിന് പിന്നാലെ പ്രവർത്തകരടക്കം പോകുന്ന സാഹചര്യമുണ്ട്. ഏതാണെങ്കിലും രാഹുൽ വോട്ട് ചെയ്യാൻ എത്തിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമടക്കം ഉണ്ടായി. പക്ഷേ ഒരു സാഹചര്യത്തിൽ പോലും രാഹുൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. നമുക്കറിയാം രാഹുലിനോട് നേരത്തെയും ഇത്തരത്തിൽ നിരവധി തവണ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പറഞ്ഞിരുന്നില്ല. പറയാനുള്ളതൊക്കെ കോടതിക്ക് മുന്നിലുണ്ടെന്നും സത്യം ജയിക്കും എന്നും പറയുന്നത് കേട്ടിരുന്നു. അവിടെ നിന്നും അത്രമാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചോദ്യങ്ങൾ അത്രയല്ലായിരുന്നു എന്ന് നമുക്കറിയാം. ആ ചോദ്യങ്ങളുടെ ആഴം എത്രയായിരുന്നു അറിയാം. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി പറയാനോ കാര്യക്ഷമമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ ഒന്നും തയ്യാറായിട്ടില്ല. അതാണ് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത്. ഏതാണെങ്കിലും നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. നിരവധിയായിട്ടുള്ള ഉത്തരങ്ങൾ രാഹുൽ പറയേണ്ടതുണ്ട്. പക്ഷേ ഒളിവിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി. ഇത്തരത്തിൽ ആ ഒളിവിൽ നിന്ന് എത്തിയ സമയത്ത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ ഉത്തരം പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിത്ത്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിന് നിന്നും പുറത്താക്കിയതിനു ശേഷം ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് എത്തുകയാണ്. ആ ഒരു നടപടിക്ക് ശേഷം നമുക്കറിയാം ആ ദിവസം ജാമ്യം നിഷേധിക്കപ്പെടുന്നു. പിന്നാലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു. ഉടൻ തന്നെ ഒളിവ് ജീവിതം ആരംഭിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് ഇന്ന് വൈകുന്നേരം നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി അവിടെ വരാനുള്ള തീരുമാനമായിരുന്നു രാഹുലിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാഹുൽ ആ സമയത്ത് തന്നെയാണ് എത്തിയതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ തന്നെ പ്രവർത്തകർ ഉൾപ്പെടെ ക്രോഡീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ എത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും അവിടെ വോട്ട് ചെയ്തതിനു ശേഷം പ്രതികരിക്കാതെ പോകണം എന്നുള്ളത് തന്നെയായിരുന്നു തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതികരിക്കാതെ രാഹുൽ പോവുകയുമായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞില്ല.